ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് OET റീഡിംഗ് ടിപ്സിനെ കുറിച്ചാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം OET റീഡിങ്ങിന് പാർട്ട് A ഉണ്ട്, പാർട്ട് B ഉണ്ട്, പാർട്ട് C ഉണ്ട്. അതായത് 15 മിനിറ്റ്സിൽ 20 ക്വസ്റ്റ്യൻസ് നമുക്ക് വളരെ എഫിഷ്യന്റ് ആയിട്ട് എങ്ങനെ ആൻസർ ചെയ്യാം എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ഓവറോൾ റീഡിംഗ് സ്കില്ല് നമുക്ക് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം, ടൈം എങ്ങനെ നമുക്ക് എഫിഷ്യന്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാം. അതുപോലെ തന്നെ ഈ 3 തരം ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് ഈ പാർട്ട് എയിൽ വരുന്നത്. ആ 3 തരം ക്വസ്റ്റ്യൻസിനെയും എങ്ങനെയാണ് നമ്മൾ ടാക്കിൾ ചെയ്യേണ്ടത്, ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ വേണ്ട രീതിയിൽ ഫോളോ ചെയ്താൽ 100% ഉറപ്പാണ് നിങ്ങൾക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നിങ്ങൾക്ക് B സ്കോർ നേടാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് പൂർണ്ണമായിട്ടും വീഡിയോ വാച്ച് ചെയ്യുക. അപ്പൊ നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഞങ്ങളുടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി പറയുന്നു. അപ്പൊ നമുക്ക് എല്ലാവർക്കും നമ്മളുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ നമ്മൾ നമ്മുടെ പ്രീവിയസ് വീഡിയോയിലൊക്കെ പറഞ്ഞേക്കുന്നത് പോലെ OET റീഡിങ്ങിന് പാർട്ട് A ഉണ്ട്, പാർട്ട് B ആൻഡ് C ഉണ്ട്. പാർട്ട് A ഒറ്റയ്ക്കും പാർട്ട് B ആൻഡ് ഒരുമിച്ചുമാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഈ പാർട്ട് Aക്ക് 15 മിനിറ്റ് ഉണ്ട്, 20 ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാനുണ്ട്. അപ്പൊ നമുക്കറിയാം OET റീഡിങ്ങിന് നമുക്ക് പാസ് മാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 30 മുതൽ 32 ആൻസർ നമുക്ക് കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് B ഗ്രേഡ് കിട്ടും. അപ്പൊ ഇവിടെയാണ് ശരിക്കും ഈ OET പാർട്ട് A വളരെ എഫിഷ്യന്റ് ആയിട്ട് ആൻസർ ചെയ്യുന്നതിന്റെ ഒരു ഇമ്പോർട്ടൻസ് കിടക്കുന്നത്. നമുക്ക് നല്ല ടെക്നിക്സും ടിപ്സും ഉണ്ടെങ്കിൽ ശരിക്കും നമുക്ക് പാർട്ട് Aയിൽ 20 മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും. ആ 20 മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് Bക്കും Cക്കും ആയിട്ട് വളരെ കുറച്ച് മാർക്കും കൂടെ സ്കോർ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് മൊത്തത്തിൽ നോക്കുമ്പോൾ OET റീഡിങ്ങിന് B ഗ്രേഡ് നേടാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമായിട്ട് മാറും. അതിനുവേണ്ടി നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടല്ല, നമുക്ക് നമ്മളുടെ ഈ റീഡിംഗ് സ്കില്ല് ഇംപ്രൂവ് ചെയ്യണം. ഈ റീഡിംഗ് സ്കിൽ ഇംപ്രൂവ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാല്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് OETയിൽ നമ്മളോട് ചോദിക്കുന്ന റീഡിംഗ് ടോപ്പിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കുമല്ലോ. അപ്പൊ നിങ്ങൾ ഈ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് പബ്ലിഷ് ചെയ്തു വരുന്ന ജേർണൽസ്, ആർട്ടിക്കിൾസ്, മാഗസിൻസ് ഒക്കെ എടുക്കുക. എന്നിട്ട് അതിനകത്തുള്ള കാര്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കുക. എങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ജസ്റ്റ് ആ ഹെഡിങ് മാത്രം വായിച്ചു നോക്കുക. ആ ഹെഡിങ് വായിച്ചിട്ട് അതിനകത്ത് എന്തായിരിക്കും ഈ കണ്ടന്റ് വരുന്നത് എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്ത് നോക്കുക. അങ്ങനെ ഗസ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഊഹിച്ചെടുത്ത കാര്യം ശരിയാണോ എന്നുള്ളത് ആ പാരഗ്രാഫ് നിങ്ങൾ വായിച്ചു നോക്കുക. ഇങ്ങനെ നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ ഗുണം വരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ജസ്റ്റ് ഒരു മെയിൻ ഹെഡിങ് അല്ലെങ്കിൽ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പാരഗ്രാഫ് വായിച്ചുകൊണ്ട് അതിനകത്ത് വരുന്ന കണ്ടന്റ് എന്താണ് എന്ന് ഊഹിച്ചെടുക്കാനുള്ള നിങ്ങളുടെ സ്കിൽ ഇംപ്രൂവ് ആവും. ഇതാണ് ശരിക്കും നമുക്ക് OETയുടെ പാർട്ട് Aയുടെ റീഡിംഗ് സ്കില്ലായിട്ട് നമുക്ക് വേണ്ടിയത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. അപ്പൊ നിങ്ങൾ ഈ സ്കില്ല് ഗ്രാജുവലി നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം. മാത്രമല്ല നിങ്ങൾ ഹെഡിങ് മാത്രം വായിച്ച് ആ ഗസ് ചെയ്തെടുക്കുന്നതിന്റെ സ്പീഡും നിങ്ങൾ മാക്സിമം നിങ്ങൾ ഇംപ്രൂവ് ചെയ്തെടുക്കണം. അപ്പൊ ഇത് ഞാൻ അഡ്വൈസ് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോ ഒരു 30 ഡേയ്സ് പ്ലാൻ ആണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യത്തെ ഒരു 7 ദിവസം നിങ്ങൾ ഈ ഒരു സ്കില്ല് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. എന്നിട്ട് 7 ദിവസം കൂടെ നിർത്തരുത്, നിങ്ങൾ ഡെയിലി പിന്നെയും കണ്ടിന്യൂ ചെയ്ത് ചെയ്യണം. അങ്ങനെ ആകുമ്പോഴത്തേക്കും നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾക്ക് ആ സ്കില്ല് നിങ്ങളുടെ ഉള്ളിലേക്ക് അത് ഇഴുകി ചേർന്നോളും. നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ടത് ഇത് നിങ്ങളെ 100% ഹെൽപ്പ് ചെയ്യും. പക്ഷെങ്കിൽ ഇത് വളരെ സിമ്പിൾ ആണ്, പക്ഷെ വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മാർഗവും കൂടെയാണ്. അപ്പൊ ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നതിനുള്ള വേറൊരു ഗുണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പലരും എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് OETക്ക് റീഡിംഗ് മെറ്റീരിയൽ ഒക്കെ വളരെ കുറവാന്ന് പറയാറുണ്ടല്ലോ. ഒരു 10-32 PDF ഫയലുകളൊക്കെ കിട്ടാറുള്ളതൊക്കെയാണ് പലരും പറയുന്നത് കേട്ടിട്ടുള്ളത്. അപ്പോ നിങ്ങൾ ആദ്യം തന്നെ നമ്മളുടെ ഒറിജിനൽ OETയുടെ മെറ്റീരിയൽസ് നിങ്ങൾ വായിച്ച് അതിന്റെ ടെക്നിക്സും ടിപ്സും ഡെവലപ്പ് ചെയ്യാൻ പോയിട്ടുണ്ട്. എന്താ പ്രശ്നം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 1 അല്ലെങ്കിൽ 2 പ്രാവശ്യം അതിൽ കടന്നു പോകുമ്പോൾ നമുക്ക് അതിന്റെ ആൻസർ എവിടെയാണ് എന്താണ് നമുക്ക് ഓർമ്മയുണ്ടാവും. പിന്നെ നമ്മളത് പ്രാക്ടീസ് ചെയ്യുന്ന വലിയൊരു ഗുണം വരത്തില്ലല്ലോ. അപ്പൊ നിങ്ങൾ ഇങ്ങനെയുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി നിങ്ങൾ ആർട്ടിക്കിൾസും മാഗസിൻസും ജേർണൽസും ഒക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. അതിനുശേഷം ആക്ച്വൽ പ്രാക്ടീസിലേക്ക് വരുമ്പോഴത്തേക്ക് മാത്രം നിങ്ങളുടെ അടുത്തുള്ള ഒറിജിനൽ OET മെറ്റീരിയൽ
മെറ്റീരിയൽസ് നിങ്ങൾ യൂസ് ചെയ്യുക. മനസ്സിലായോ? അങ്ങനെ ഒരു റീഡിംഗ് സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട വേറൊരു കാര്യം കൂടെ ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സിനിമ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു നോവൽ നിങ്ങൾ വായിക്കുവാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് അതിൽ കൂടി ഒന്ന് കണ്ണോടിച്ചുകൊണ്ട് പോയിട്ട് നമ്മൾ അതിനകത്ത് പറയുന്ന അന്തസത്യം എന്താണെന്ന് നമ്മൾ ഗ്രഹിച്ചെടുക്കുകയല്ലേ. അതായത് നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണെങ്കിൽ നമ്മൾ അത് ചെയ്യും. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ റീഡിങ് ചെയ്യുമ്പോഴും ഇതിനൊരു സ്കെയറി ആയിട്ട് കാണാതെ കുറച്ചും കൂടി ഒരു ഇഷ്ടത്തോടെ ചിന്തിക്കാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ മനസ്സിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഡെവലപ്പ് ചെയ്തെടുക്കുക. അത്ര എളുപ്പമായിരിക്കത്തില്ല, എങ്കിൽ കൂടിയും നമ്മൾ വലിയൊരു സീരിയസ് ആയിട്ട് ഇതിനെ അപ്രോച്ച് ചെയ്യാതെ കുറച്ചുകൂടി ഒരു ഈസി ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മനസ്സിനെ ഒന്ന് ആ രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാനും കൂടെ നിങ്ങൾ ട്രൈ ചെയ്യാം. അപ്പൊ ഈ 2 ടെക്നിക്കും കൂടെ നിങ്ങളുടെ ഉള്ളിലേക്ക് കയറി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ആ സ്കില്ല് എക്സാം ഡേയില് ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വായിച്ച് അതിന്റെ കണ്ടന്റ് ഊഹിച്ചെടുക്കാനുള്ള ഒരു സ്കില്ല് നിങ്ങൾക്ക് നാച്ചുറലി നിങ്ങൾക്ക് ഡെവലപ്പായി വരും. ഇനി നമുക്ക് എക്സാം ഡേയില് കിട്ടുന്ന ആ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിനെ ഒന്ന് പരിചയപ്പെടാം. അതിനകത്ത് നമ്മളുടെ ഇനിഷ്യൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയുള്ള ഫ്രണ്ട് പേജ് ഉണ്ടാവും. അതിനുശേഷം നമുക്ക് 4 ടെക്സ്റ്റ് ഉണ്ട്. ഈ 4 ടെക്സ്റ്റ് എന്ന് പറയുന്നത് പല രീതിയിലുള്ളതായിരിക്കാം, പല ലേ ഔട്ടിലുള്ളതായിരിക്കാം. ചിലപ്പോൾ ഈ സിമ്പിൾ ടെക്സ്റ്റ് ആയിരിക്കും. അതുപോലെ ഈ 4 ടെക്സ്റ്റിൽ ഒന്ന് അനലിറ്റിക്കൽ ഫോമിലുള്ളതായിരിക്കും. ടേബിൾസോ ഫ്ലോ ചാർട്ടോ ഡയഗ്രാംസോ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടുള്ളതായിരിക്കാം. പിന്നെ അതുപോലെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ 3 തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് മാച്ചിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, പിന്നെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ സെന്റൻസ് കംപ്ലീഷൻ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഇതാണ് നമ്മളുടെ എക്സാമിന് വരുന്ന ഈ ബുക്ക്ലെറ്റിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ നിങ്ങൾ ഓർക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്വസ്റ്റിന് ഒന്നിനും നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാ 20 ക്വസ്റ്റ്യൻസും നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ആൻസർ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി ഓർക്കാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ക്വസ്റ്റിനും ഓരോ മാർക്കാണുള്ളത്. പിന്നെ ഈ പാർട്ട് എ വാല്യൂ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള OET അസസേഴ്സ് ആയിരിക്കും ഈ ആൻസറുകൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ വളരെ നീറ്റായിട്ട് ലെജിബിൾ ആയിട്ട് അവർക്ക് നന്നായിട്ട് വായിക്കാൻ പറ്റുന്ന രീതിയിൽ ഗ്രാമർ മിസ്റ്റേക്കുകൾ ഒന്നും കൂടാതെ വേണം ഈ ആൻസറുകൾ എഴുതി വെക്കാൻ വേണ്ടിയിട്ട്. ഇനി നിങ്ങൾ ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 15 മിനിറ്റ് നമ്മൾ എക്സാം ഡേയിൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളതാണ്. അപ്പം ഈ OETയുടെ പാർട്ട് എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പെഡീഷ്യസ് റീഡിംഗ് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ വളരെ ക്വിക്ക് ആയിട്ട് വളരെ ഇഫക്റ്റീവ് ആയിട്ട് വളരെ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ ഈ കാര്യങ്ങൾ വായിച്ച് കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് അവരിലൂടെ അസസ് ചെയ്യുന്നത്. നിങ്ങളോട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ എക്സാം ഡേയിൽ ഏത് തരത്തിലുള്ള എക്സാം ആണെങ്കിലും നമ്മൾ എക്സാമിന് പോയിട്ടുണ്ടെങ്കിൽ ഈ 15 മിനിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ണടച്ചൊന്ന് നമ്മൾ റെഡി ആയിട്ടിരിക്കുമ്പോഴത്തേക്കും തീരാനുള്ള സമയമുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ആദ്യം എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും പ്രാക്ടീസ് ചെയ്യുമ്പോഴും ഒക്കെ നിങ്ങൾ മൊത്തം 13 മിനിറ്റ് യൂട്ടിലൈസ് ചെയ്യാവുള്ളൂ. അതായത് നിങ്ങളുടെ മനസ്സിലോട് നിങ്ങൾ പറയേണ്ടത് ഈ പാർട്ട് എ എന്ന് പറയുന്നത് 13 മിനിറ്റിലുള്ള ഒരു എക്സാമാണ്. 15 മിനിറ്റ് ഇല്ല, 13 മിനിറ്റ്. അപ്പൊ ഇനി 13 മിനിറ്റിന് നിങ്ങൾ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. നിങ്ങൾ എക്സാം ഡേയില് എങ്ങനെയാണ് നിങ്ങളുടെ സമയം യൂട്ടിലൈസ് ചെയ്യേണ്ടത്? നിങ്ങൾ ഈ 4 ടെക്സ്റ്റുമായിട്ട് പെട്ടെന്ന് ഫെമിലിയറൈസ് ചെയ്യണം. എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ 4 ടെക്സ്റ്റുകളും ഒരു കോമൺ ടോപ്പിക്കിനെ കുറിച്ചിട്ടുള്ളതായിരിക്കും. ഇപ്പൊ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രാക്ചർ, ഡിസ്ലൊക്കേഷൻ ആൻഡ് സ്ട്രെയിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന 4 ടെക്സ്റ്റുകളാണ് നമ്മുടെ കയ്യിലുള്ളത്. പക്ഷെങ്കിൽ ഈ ടെക്സ്റ്റ് എ, ടെക്സ്റ്റ് ബി, ടെക്സ്റ്റ് സി, ടെക്സ്റ്റ് ഡി ഇത് 4 ടെക്സ്റ്റുകളും വ്യത്യസ്ത ആശയങ്ങളെയാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങളോട് ഈ ബുക്ക് തുറന്ന് വായിച്ചോളാൻ പറയുമ്പോഴുള്ള ആദ്യത്തെ 30 സെക്കൻഡ് മുതൽ 1 മിനിറ്റിനുള്ളിൽ ഈ ഓരോ ടെക്സ്റ്റിലും എന്താശയമാണ് അവർ ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളത് പെട്ടെന്ന് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. അതുകൂടാതെ ഇതിന്റെ ഈ സൈഡില് നിങ്ങളത് എഴുതി വെക്കുക. അപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ടെക്സ്റ്റ് എയ്ക്കകത്ത് ഫ്രാക്ചർ, ഡിസ്ലൊക്കേഷൻ, സ്ട്രെയിൻ അതിനെ കുറിച്ചുള്ള ചെറിയൊരു ഡിസ്ക്രിപ്ഷനാണ് തരുന്നത്. അപ്പൊ നിങ്ങൾ എഴുതി വെക്കുക ഒന്നെങ്കിൽ ഡെഫിനിഷൻ. അപ്പൊ ടെക്സ്റ്റ് എയില് ഈ 3 കാര്യങ്ങളെ കുറിച്ചുള്ള ബേസിക് ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ അതിന്റെ ഡെഫിനിഷൻ ആണ് അവർ തരുന്നത്. അപ്പൊ നിങ്ങൾ നോക്കുമ്പോഴേ ടെക്സ്റ്റ് എയില് അവർ എഴുതിയിരിക്കുന്നു ഫ്രാക്ചർ എന്താണ്, ഫ്രാക്ചർ ഡിസ്ലൊക്കേഷൻ എന്താണ്, സ്ട്രെയിൻ എന്താണ്. അപ്പൊ അത് ഒന്നെങ്കിൽ അതിനെ കുറിച്ചുള്ള ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ആണ് അല്ലെങ്കിൽ ബ്രീഫ് ആയിട്ട് അതിന്റെ ഡെഫിനിഷൻ തന്നിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഇതിന്റെ സൈഡില് ടെക്സ്റ്റ് എയുടെ സൈഡിൽ എഴുതി വെക്കുന്നു ഡെഫിനിഷൻ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ. അപ്പൊ ടെക്സ്റ്റ് ബിയിലേക്ക് വരിക. ടെക്സ്റ്റ് ബിയിൽ എഴുതിയിരിക്കുന്നു സിമ്പിൾ ഫ്രാക്ചർ ഓഫ് ലിംസ്, ഇമ്മീഡിയറ്റ് മാനേജ്മെന്റ്, ക്ലിനിക്കൽ അസസ്മെന്റ് ആൻഡ് മാനേജ്മെന്റ്. അപ്പം ആ ടെക്സ്റ്റ് ബിയുടെ നേരെ നിങ്ങൾ എഴുതി വെക്കുക അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത് വെക്കുക.
അത് ഡിസ്കസ് ചെയ്യുന്നത് ഇമ്മീഡിയറ്റ് മാനേജ്മെന്റ് ആണ്, ക്ലിനിക്കൽ അസസ്മെന്റ് ആണ്, ജനറൽ മാനേജ്മെന്റ് ആണ്. ടെക്സ്റ്റ് സിയിലേക്ക് വരുന്നു ഡ്രഗ് തെറാപ്പിയാണ്. ടെക്സ്റ്റ് ഡിയിൽ വരുന്നു that is about the technique for plaster black sap. അപ്പോൾ നിങ്ങൾക്ക് ഈ ഓരോ ടെക്സ്റ്റിലും എന്താണ് അവർ ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ള ആശയം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ രൂപപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ഈ ടെക്സ്റ്റിന്റെ സൈഡിലും നിങ്ങൾ ബ്രീഫ് ആയിട്ട് എഴുതിയിടുന്നു. മനസ്സിലായോ? അതാണ് നിങ്ങൾ ആദ്യത്തെ 30 സെക്കൻഡ് ടു 1 മിനിറ്റ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പ്ലാൻ ചെയ്തതനുസരിച്ച് 13 മിനിറ്റിലെ 1 മിനിറ്റ് അവിടെ കഴിഞ്ഞു. ഇനി ബാക്കി നമുക്ക് എത്ര മിനിറ്റ് ഉണ്ട്? 12 മിനിറ്റ് ഉണ്ട്. അപ്പൊ ഇനി എന്താണ് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 20 ക്വസ്റ്റ്യൻസ് ഉണ്ട് ആൻസർ ചെയ്യാൻ. ഒരു ക്വസ്റ്റ്യന് നിങ്ങൾക്ക് മാക്സിമം 30 സെക്കൻഡ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ 30 സെക്കൻഡ് ഇൻറ്റു 20 ക്വസ്റ്റ്യൻസ്, അതായത് 600 സെക്കൻഡ് എന്ന് പറയുന്നത് 10 മിനിറ്റ് ആണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനും കൂടെ ആയിട്ടുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അങ്ങനെ 10 മിനിറ്റ് നിങ്ങൾ അതിന് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ എത്രയായി? 11 മിനിറ്റ് നമ്മളുടെ കഴിഞ്ഞു. പിന്നെ നമ്മൾക്ക് 2 മിനിറ്റ് ഉണ്ട്. ഈ 2 മിനിറ്റ് കൊണ്ട് നമ്മൾ ഏതെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടോ? നിങ്ങൾ പലതിന്റെയും ആൻസർ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടാവാതെ 30 സെക്കൻഡുകളിൽ ആ ആൻസറുകൾ കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട് നിങ്ങൾ ഈ 2 മിനിറ്റ് നിങ്ങൾ യൂസ് ചെയ്യുക. അപ്പൊ അതായത് നമ്മളൊരു കുന്നോളം ആഗ്രഹിച്ചാലേ ഒരു കടുകോളം കിട്ടുള്ളൂ എന്ന് പറയല്ലേ എന്ന് പറയുന്നത് പോലെ നമ്മൾ ഈ 13 മിനിറ്റിൽ നമ്മുടെ കാര്യങ്ങൾ തീർക്കാൻ നമ്മൾ പ്ലാൻ ചെയ്താലേ നമുക്ക് എക്സാം ഡേയില് 15 മിനിറ്റിനുള്ളിൽ ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് തീർക്കാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾ നിങ്ങളുടെ സമയം സെറ്റ് ചെയ്യേണ്ടത് 13 മിനിറ്റിലാണ്. 15 മിനിറ്റ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തേക്കുകയും ചെയ്യരുത്. 13 മിനിറ്റിൽ നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യണം. നിങ്ങൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ സ്കില്ല് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയോ മനുഷ്യന്മാർ ഇത് കംപ്ലീറ്റ് ആക്കുന്നു 13 മിനിറ്റ് കൊണ്ട് അല്ലെ 15 മിനിറ്റ് കൊണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് സാധിച്ചുകൂടാ? ബാക്കി ഇത്രയും പേർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കും ചെയ്യാൻ പറ്റുമെന്നത് യാതൊരു സംശയമില്ല. അതുകൊണ്ട് നമ്മൾ ഈ ബേസിക് 2 സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. അതായത് ആദ്യം ജനറൽ റീഡിംഗ് സ്കിൽ ഇംപ്രൂവ് ചെയ്യുക, രണ്ടാമത് ടൈം പ്ലാനിങ്ങിന്റെ സ്കില്ല് നന്നായിട്ട് ഇംപ്രൂവ് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പൊ ഇനി നമ്മുടെ മൂന്നാമത്തെ പോയിന്റിലേക്ക് നമ്മൾ കിടക്കുവാണ്. അതായത് നമ്മളുടെ ടിപ്സ് ആൻഡ് ടെക്നിക്സ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ആദ്യത്തെ 30 സെക്കൻഡ് മുതൽ 1 മിനിറ്റ് വരെ എടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ഇതിന്റെ സൈഡിൽ നമ്മൾ എന്താണ് ആ ഓരോ ടെക്സ്റ്റിന്റെയും ആശയം എഴുതി വെക്കും. ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അതായത് അപ്പൊ ടെക്സ്റ്റ് എയുടെ അവിടെ നമ്മൾ എഴുതി വെച്ചു, ഡെഫിനിഷൻ എഴുതിയിട്ടുണ്ട്. ടെക്സ്റ്റ് ബിയുടെ അവിടെ ഇമ്മീഡിയറ്റ് മാനേജ്മെന്റ്, ക്ലിനിക്കൽ അസസ്മെന്റ്, മാനേജ്മെന്റ് എന്ന് എഴുതി. അതുപോലെ തന്നെ ഇതാ ടെക്സ്റ്റ് സിയുടെ അവിടെ ഞാൻ ഡ്രഗ് തെറാപ്പി എന്ന് എഴുതി, ഡിയുടെ അവിടെ ഞാൻ എഴുതി ടെക്നിക് ഓഫ് ബാക്ക് സ്ലാബ് എന്ന് എഴുതി. ഇനി നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാച്ചിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ആദ്യം നമ്മൾ നമ്മുടെ ടെക്സ്റ്റിലേക്ക് ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ച് ടെക്സ്റ്റിന്റെ ബേസിക് ആയിട്ടുള്ള ആശയം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി പെട്ടെന്ന് നമ്മൾ വന്നിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ക്വസ്റ്റ്യൻസ് നമ്മൾ വായിക്കുന്നു. ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് എന്താ ചെയ്യുന്നത്? ഒന്ന് നമ്മൾ കീ വേർഡ്സ് ഐഡന്റിഫൈ ചെയ്യുന്നു, അതുപോലെ തന്നെ കീ ഐഡിയ മനസ്സിലാക്കുന്നു. നിങ്ങൾക്ക് അതായത് നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 1 to 7 എടുത്തിട്ടുണ്ടെങ്കിൽ മാച്ചിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഇതിനകത്ത് നമ്മൾ നോക്കുന്നത് നമ്മൾക്ക് ഈ തന്നിരിക്കുന്ന ഈ ഇൻഫർമേഷൻസ് ടെക്സ്റ്റ് എയിൽ നിന്നുള്ളതാണോ, ടെക്സ്റ്റ് ബിയിൽ നിന്നുള്ളതാണോ, സിയിൽ നിന്നുള്ളതാണോ, ഡിയിൽ നിന്നുള്ളതാണോ എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ആദ്യം ക്വസ്റ്റ്യൻ പെട്ടെന്ന് വായിക്കുക. നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ മനസ്സിരുത്തി വായിക്കണം. എങ്കിലും നിങ്ങൾ ഒരുപാട് സമയം എടുക്കരുത്. കാരണം ഒരു ക്വസ്റ്റ്യൻ വായിക്കാനും അതിന്റെ ആൻസർ കണ്ടുപിടിക്കാനും കൂടെ നമുക്ക് എത്ര സമയമുണ്ട്? ആകെ 30 സെക്കൻഡേ ഉള്ളൂ. അപ്പോഴും നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുന്നു. പ്രൊസീജിയേഴ്സ് ഫോർ ഡെലിവറിംഗ് പെയിൻ റിലീഫ്. അപ്പൊ ഇത് കീവേഡ്സ് എന്തൊക്കെയാണ്? പ്രൊസീജിയേഴ്സ് ഉണ്ട്, ഡെലിവറിംഗ് പെയിൻ റിലീഫ്. അപ്പൊ നമ്മൾ ഇതിനകത്ത് കീവേഡ് ഐഡന്റിഫൈ ചെയ്തു. ഇതിനകത്ത് കീ ഐഡിയ എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പെയിൻ റിലീഫ് ഡെലിവറി ചെയ്യുന്ന പ്രൊസീജിയർ എന്താണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ ആ ഒരു ഐഡിയ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വരേണ്ട ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ടെക്സ്റ്റുകളുണ്ടല്ലോ, നമ്മൾ ഈ ടെക്സ്റ്റിന്റെ സൈഡിൽ നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന ഈ നോട്ടില്ലേ, ആ 4 നോട്ടുകളിലേക്ക് നമ്മുടെ മനസ്സിനെ പെട്ടെന്ന് കൊണ്ടുവരിക. അപ്പൊ ഇതിനകത്ത് ഏതായിരിക്കും? ഡെഫിനിഷനകത്ത് എന്താണെന്ന് പറയാൻ സാധ്യതയില്ല. ഇമ്മീഡിയറ്റ് മാനേജ്മെന്റ്, ക്ലിനിക്കൽ അസസ്മെന്റ്, മാനേജ്മെന്റ് അതിനകത്ത് ആവാം. പിന്നെ ഡ്രഗ് തെറാപ്പി ഈ ഡിക്കകത്തും ആകാൻ സാധ്യതയില്ല. കാരണം അത് ബാക്ക് സ്ലാബിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഇത് രണ്ടുമല്ല, ഈ രണ്ടിലേതിനെ കുറിച്ചുമാണ്. അപ്പൊ ഇതിനകത്ത് പറയുന്നത് എന്താണ്? പ്രൊസീജിയർ ഫോർ ഡെലിവറിംഗ് പെയിൻ റിലീഫാ പറയുന്നത്. അപ്പൊ മിക്കവാറും അതൊരു ഡ്രഗിനെ കുറിച്ചായിരിക്കും പറയുന്നത്.
അപ്പൊ അത് എവിടെയായിരിക്കും? ഈ സിയിലായിരിക്കും. അപ്പൊ പെട്ടെന്ന് നമ്മൾ ഈ സിയെ ഐഡന്റിഫൈ ചെയ്തിട്ട് നമ്മൾ ഇവിടെ ഒന്നുകൂടി നോക്കുക. ശരിയാണ്, അത് മോർഫിനെ കുറിച്ചാണ് പറയുന്നത്, അതിന്റെ ഡ്രഗ് ഡോസേജിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ നമുക്ക് സംശയിക്കാൻ ഒന്നുമില്ല, നമ്മുടെ ആൻസർ സി ആണ്. മനസ്സിലായോ? അതായത് നമ്മൾ കീവേഡ് ഐഡന്റിഫൈ ചെയ്യുന്നു, കീവേഡ് ഐഡന്റിഫൈ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ കീ ഐഡിയും കൂടെ മനസ്സിലാക്കുന്നു. അതിനുശേഷം നമ്മൾ സൈഡിൽ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന ഈ കുഞ്ഞു നോട്ടിലേക്ക് നമ്മൾ പെട്ടെന്ന് കമ്പയർ ചെയ്ത് നോക്കുന്നു. എന്നിട്ട് വേണ്ടാത്ത ടെക്സ്റ്റുകൾ നമ്മൾ ഒഴിവാക്കുന്നു. നമ്മൾ ശരിക്കും നമ്മളുടെ ശ്രദ്ധയിൽ ഏതെങ്കിലും ഒരിടത്ത് നമ്മൾ പർട്ടിക്കുലർ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ജസ്റ്റ് കമ്പയർ ചെയ്തു നോക്കുന്നു, നമ്മളുടെ ആൻസർ നമ്മൾ ഫൈനലൈസ് ചെയ്യുന്നു. ശരിക്കും വിത്ത് പ്രാക്ടീസ് നിങ്ങൾക്ക് ഇത് 10 സെക്കൻഡ് കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റും. 30 സെക്കൻഡിന്റെ ആവശ്യം ഇവിടെ വരുന്നില്ല. അപ്പൊ നിങ്ങൾ ഇവിടെ സേവ് ചെയ്യുന്ന ഓരോ സെക്കൻഡും നമുക്ക് നമ്മുടെ പിന്നീട് വരുന്ന ക്വസ്റ്റിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ശരിക്കും നിങ്ങൾ 1 to 7 ക്വസ്റ്റിന് വളരെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്തു തീർക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റിനിലേക്ക് പോവാം. ദ പ്രൊസീജിയർ ടു ഫോളോ വെൻ സ്പ്ലിന്റിംഗ് എ ഫ്രാക്ചേർഡ് ലിംബ്. അപ്പൊ അതിനകത്ത് വലിയ സംശയിക്കാനില്ല. ഇതിനകത്തെ കീവേഡ് എന്തൊക്കെയാണ്? പ്രൊസീജിയർ വരുന്നുണ്ട്, സ്പ്ലിന്റിംഗ് എ ഫ്രാക്ചേർഡ് ലിംബ്. ഈ ഫ്രാക്ചർ ലിംബിന്റെ സ്പ്ലിന്റിങ്ങിനെ കുറിച്ച് അവർ എവിടെയാണ് സംസാരിക്കുന്നത്? ടെക്സ്റ്റ് ഡിയിലല്ലേ, അതായത് ടെക്നിക് ഓഫ് ബാക്സ്ലാറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് അതിനകത്താണ്. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റും. അപ്പൊ നമ്മളുടെ ആൻസർ ഏതാണ് അതിനകത്ത്? ആൻസർ ഡി ആണ്. അടുത്തത് വാട്ട് ടു റെക്കോർഡ് വെൻ അസസിംഗ് എ പേഷ്യന്റ്. വാട്ട് ടു റെക്കോർഡ് വെൻ അസസിംഗ് എ പേഷ്യന്റ്. റെക്കോർഡ് അസസിംഗ് എ പേഷ്യന്റ് അതെവിടെയായിരിക്കും പറയുക? ക്ലിനിക്കൽ അസസ്മെന്റിനെ കുറിച്ച് എവിടെയാ പറയുന്നത്? പെട്ടെന്ന് നോക്കുന്നു, ടെക്സ്റ്റ് ബിയിൽ നമ്മൾ ക്ലിനിക്കൽ അസസ്മെന്റിനെ കുറിച്ച് പറയുന്നുണ്ട് ഇല്ലേ? ആ ഭാഗം നമ്മൾ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒപ്റ്റൈൻ കംപ്ലീറ്റ് ഹിസ്റ്ററി ഇത് അതിനകത്ത് ഇവിടെ എഴുതിയിട്ടുണ്ട്. എക്സാമിൻ ആൻഡ് റെക്കോർഡ്, കളർ, വാംത്, മൂവ്മെന്റ്. ഓക്കെ, ദർ ഇസ് നോ ഡൗട്ട് ദിസ് ക്വസ്റ്റ്യൻ ഈസ് ബേസ്ഡ് ഓൺ ടെക്സ്റ്റ് ബി. മനസ്സിലായോ? നാലാമത്തത് the terms used to describe different types of fracture. സംശയിക്കാനില്ല, നമ്മുടെ നോട്ടുമായിട്ട് കമ്പയർ ചെയ്യുക. ഡെഫിനിഷൻ നമ്മൾ എവിടെയാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്? ടെക്സ്റ്റ് എയിലാണ്. അപ്പൊ നമ്മൾ എഴുതിക്കൊള്ളുക ടെക്സ്റ്റ് എ. ഇനി അടുത്തത് the practitioners who administer analgesia. അനാൽജസിയെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എവിടെയാണ്? ആദ്യത്തെ ടെക്സ്റ്റൈൽ ഡെഫിനിഷൻ ആണ്. മറ്റേതിനകത്ത് ഇമ്മീഡിയറ്റ് മാനേജ്മെന്റ്, ക്ലിനിക്കൽ അസസ്മെന്റ് മാനേജ്മെന്റ് ആണ്. സിക്കകത്ത് ഡ്രഗ് തെറാപ്പിയാണ്. അപ്പൊ നമ്മൾ അവിടെ വന്നിട്ട് ഒന്നുകൂടി ഒന്ന് നോക്കുക. ഇതാ ഇവിടെ എഴുതിയിരിക്കുന്നു. മെഡിക്കൽ ഓഫീസേഴ്സ്, നഴ്സ് പ്രാക്ടീഷണർ, അവരെ കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. അവിടെ മനസ്സിരുത്തി വായിച്ചു നോക്കുക, ആൻസർ കിട്ടുന്നു. ആൻസർ സി. ഇനി അടുത്തത് വാട്ട് ടു ലുക്ക് ഫോർ വെൻ ചെക്കിംഗ് ആൻ ഇഞ്ചുറി. ബേസിക് ഐഡിയ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ നമ്മൾ ചെക്ക് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നത്, അസസ്മെന്റിനെ കുറിച്ച് പറയുന്നത് എവിടെയാണ്? നോ ഡൗട്ട് ടെക്സ്റ്റ് ബി. ഇനി അടുത്തത് ഹൗ ഫ്രാക്ചേഴ്സ് ക്യാൻ ബി കോസ്ഡ്. അതെവിടെയായിരിക്കും ഉണ്ടാവുക? ആദ്യത്തിനകത്ത് നമ്മൾ പറഞ്ഞിരിക്കുന്നു ഡെഫിനിഷൻ ആൻഡ് ഡിസ്ക്രിപ്ഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. അവിടെയാണോ എന്നുള്ളത് ഒന്ന് വായിച്ചു നോക്കുക. വായിച്ചു നോക്കുമ്പോഴേ കാണുന്നുണ്ട് ഇത് അവിടെ ബേസിക് ആയിട്ടുള്ള റീസൺസ് ഒക്കെ അവർ പറയുന്നുണ്ട്. അപ്പൊ അതിനകത്തുനിന്ന് നിങ്ങൾക്ക് ആൻസർ ക്ലിയർ ആയി. അതിന്റെ ആൻസർ എ ആണ്. ഈ നമ്മൾ ആദ്യം സ്പെൻഡ് ചെയ്യുന്ന 30 സെക്കൻഡ് ടു 1 മിനിറ്റ് നമ്മളുടെ ആ ഫസ്റ്റ് പാർട്ടിന്റെ ആദ്യത്തെ ടൈപ്പ് ക്വസ്റ്റ്യന്റെ ആൻസർ കണ്ടുപിടിക്കാൻ വളരെയധികം മുതൽക്കൂട്ടാവും. ഇനി രണ്ടാമത്തെ കാര്യം, ഈ ഫസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് കഴിയുന്നതോടെ നമ്മളുടെ മനസ്സിൽ അത്യാവശ്യം നല്ലൊരു ഗ്രാഹ്യം വരും. ഓരോ ടെക്സ്റ്റിനകത്തും എന്താണെന്നുള്ള കാര്യത്തെ കുറിച്ചും ഒരു ബെറ്റർ ഐഡിയ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലുണ്ടായിട്ടുണ്ടാവും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ടൈപ്പിലേക്കും പോകാം. ഏത് ക്വസ്റ്റ്യൻ ടൈപ്പ് ആണെങ്കിലും നമ്മളുടെ ബേസിക് ടെക്നിക്കൽ ടിപ്പ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ മനസ്സിരുത്തി വായിക്കുക, അതിനകത്ത് കീവേഡ് ഐഡന്റിഫൈ ചെയ്യുക, കീ ഐഡിയ മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾ ഈ കീ വേർഡും കീ ഐഡിയയും നിങ്ങളുടെ മനസ്സിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം മദർ ടങ്ങിൽ തന്നെ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ മലയാളത്തിൽ തന്നെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് നോക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ പറഞ്ഞുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ നോക്കാം. നിങ്ങൾ എന്ത് ആശയത്തിന് വേണ്ടിയാണ് നിങ്ങൾ ഈ പാരഗ്രാഫ് സെർച്ച് ചെയ്ത് നോക്കുന്നതെന്ന് നിങ്ങൾക്ക് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഈ പാരഗ്രാഫിൽ കൂടെ കടന്നു പോയാൽ മതി. നമ്മൾ ഈ ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി പാസേജിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ട ആശയം എന്തോ അതിനെ ഉരുട്ടോണ്ട് വേണം നിങ്ങൾ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ ഇവര് വേറെ വല്ല സിനോണിംസോ പാരഫ്രൈസ് ചെയ്തിട്ടോ ഒക്കെയാണ് വെച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആ കാര്യം കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? പക്ഷെ അതേസമയം ചില കീവേഡ്സ് ബോഡി പാർട്സിന്റെ ഒക്കെ പേരൊന്നും ഇവർക്ക് മാറ്റാൻ പറ്റത്തുണ്ടാവില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ നിങ്ങളുടെ മനസ്സിൽ ചിന്തിക്കണം. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ചടപെടാന്ന് അതിന്റെ ആൻസറുകൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് സെക്കൻഡ് ടൈപ്പിലേക്ക് പോകാവേ. സെക്കൻഡ് ടൈപ്പ് 8 to 14 ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് വരുന്നത്. ആൻസർ ഈച്ച് ഓഫ് ദ ക്വസ്റ്റ്യൻസ്
8 to 14 with a word or short phrase from one of the text. Each answer may include words, numbers or both. അത് ചിലപ്പോൾ ഒരു വേർഡ് മാത്രമായിട്ട് നിങ്ങൾക്ക് എഴുതാം, ഇല്ലെങ്കിൽ ഷോർട്ട് ഫ്രേസ് ആവാം. ചിലപ്പോൾ അതിനകത്ത് 2, 3, 4, 5 വേർഡ് ഉണ്ടാവാം. അതിനകത്ത് ചിലപ്പം നമ്പർ ഉണ്ടാവാം, വേർഡ്സ് ഉണ്ടാവാം, ചിലപ്പോൾ നമ്പറും വേർഡ്സും ഉണ്ടാവാം. അതൊക്കെ തന്നിരിക്കുന്ന ടെക്സ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഒരു കാര്യം വളരെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിനകത്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്കേ പാടില്ല. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായാൽ നിങ്ങളുടെ ആൻസർ റോങ് ആയിട്ട് തന്നെ കണക്കാക്കും. പിന്നെ അതുപോലെ നിങ്ങൾ വായിക്കുമ്പോൾ ഒരു ഭാഗം പോലും നിങ്ങൾ വിട്ട് കളഞ്ഞേക്കരുത്. അതായത് നമ്മൾ ചിലപ്പോൾ നമുക്ക് വായിക്കുമ്പോൾ ഒരു നോർമലായിട്ട് ടെൻഡൻസി ഉണ്ടല്ലോ, ചെറിയ ഫോണ്ടിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക, അല്ലെങ്കിൽ ബ്രാക്കറ്റിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക, അങ്ങനെയൊക്കെ ഒരു ടെൻഡൻസി നമ്മൾ മാനുഷികമായിട്ട് നമുക്കുണ്ടാവും. അതൊന്നും ചെയ്തേക്കരുത്. കാരണം മിക്കപ്പോഴും ആൻസറുകൾ അങ്ങനെയൊക്കെ ഹൈഡ് ചെയ്ത് വെക്കാൻ വേണ്ടി സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയൊന്നും നിങ്ങൾ ഒഴിവാക്കരുത്. ആ കാര്യങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ വായിച്ചു പോകണം. ഒരു കാര്യം ഇവിടെ പറഞ്ഞോട്ടെ, നമ്മുടെ ആൻസർ എഴുതേണ്ടത് ഇത് അവർ തന്നിരിക്കുന്ന ഈ സ്പേസിലാണ് കേട്ടോ. നമ്മുടെ ആൻസറുകൾ എഴുതേണ്ടത് ഈ സ്പേസിലാണ് നമ്മൾ ആൻസറുകൾ എഴുതേണ്ടത്. അപ്പൊ നമുക്ക് 8ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. വാട്ട് ഷുഡ് ബി യൂസ് ടു എലിവേറ്റ് പേഷ്യൻസ് ഫ്രാക്ചർഡ് ലെഗ്? അപ്പൊ ഇതിനകത്ത് നമ്മളുടെ കീവേഡ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. ടു എലിവേറ്റ് ഫ്രാക്ചർഡ് ലെഗ്. ഫ്രാക്ചർഡ് ലെഗിനെ എലിവേറ്റ് ചെയ്യാൻ ഞാൻ എന്താണ് യൂസ് ചെയ്യേണ്ടത്? അപ്പൊ ഞാനാണ് ഇനി സെർച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ടെങ്കിൽ എന്റെ മനസ്സിൽ ഞാൻ ഈ കാര്യം പറയുന്നത് ഫ്രാക്ചർഡ് ലെബിനെ എന്തുകൊണ്ട് എലിവേറ്റ് ചെയ്യും, ഫ്രാക്ചർഡ് ലെബിനെ എന്തുകൊണ്ട് ഞാൻ എലിവേറ്റ് ചെയ്യും, അങ്ങനെ പറഞ്ഞുകൊണ്ടായിരിക്കും ഞാൻ ഈ പാസേജ് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇത് പാസേജിലോട്ട് നമ്മൾ പോകുന്നതിന് മുമ്പ് ടെക്സ്റ്റ് എയിലേക്ക് പോകണോ, ടെക്സ്റ്റ് ബിയിലേക്ക് പോകണോ, സിയിലേക്ക് പോകണോ, ഡിയിലേക്ക് പോകണോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാകും? നമ്മൾ ഓൾറെഡി ഈ സൈഡിൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഓരോ ടെക്സ്റ്റിലും എന്താണുള്ളതെന്നുള്ളത്. നമ്മളിവിടെ വാട്ട് ഷുഡ് ബി യൂസ് ടു എലിവേറ്റ് പേഷ്യൻസ് ഫ്രാക്ചർഡ് ലെഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഓട്ടോമാറ്റിക്കലി അത് ഊഹിക്കാം എന്തോ പെട്ടെന്നുള്ള ഇമ്മീഡിയറ്റ് മാനേജ്മെന്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ജനറൽ മാനേജ്മെന്റിനെ കുറിച്ചോ ആണെന്ന് പറയുന്നത് അല്ലേ? അപ്പൊ നമ്മളുടെ ടെക്സ്റ്റ് ഏത് ടെക്സ്റ്റിലേക്കായിരിക്കും നമ്മൾ പോകേണ്ടത്? ടെക്സ്റ്റ് എയിൽ നമ്മൾ പറഞ്ഞു ഡെഫിനിഷൻ ഡിസ്ക്രിപ്ഷൻ ആണ്, ബിയിലാണ് ഈ കാര്യങ്ങളുള്ളതെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കലി വരേണ്ടത് ബിയിലേക്കാണ്. പെട്ടെന്ന് വായിച്ചു പോകണം. ഇങ്ങനെ വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സെന്റൻസ് നമ്മൾ വായിക്കാൻ വേണ്ടി നോക്കുമ്പോൾ ആ സെന്റൻസിനകത്ത് ഗ്രാമർ വേർഡ്സ് ഉണ്ടാവും, കീ വേർഡ്സും ഉണ്ടാവും. അതായത് ഗ്രാമർ വേർഡ്സിന്റെ ഈസ്, വാസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഒറ്റയ്ക്ക് നിന്ന് നമുക്ക് ഒരു കാര്യം പറഞ്ഞു തരാൻ പറ്റുന്ന ചില വാക്കുകളും ഉണ്ടാവും. ആ ഒറ്റയ്ക്ക് നിന്ന് നമുക്ക് ഒരു അർത്ഥം പറഞ്ഞു തരാൻ പറ്റുന്നവരെ നമ്മൾ കീവേഡ് എന്ന് വിളിക്കും. അവരെ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്താൽ മതി. ഈസ്, വാസ് എന്നും വെച്ച് നമ്മൾ മനസ്സിൽ വായിച്ചു പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ കണ്ണ് നമ്മൾ ഈ മലയാളത്തിൽ നമ്മൾ കണ്ടുപിടിച്ച അർത്ഥത്തെ മനസ്സിൽ വെച്ചോണ്ട് നമ്മൾ സ്പീഡിൽ നമ്മൾ വായിച്ചങ്ങ് പോവുക ചെയ്യുന്നത്. അപ്പൊ നമ്മളിങ്ങനെ നമ്മുടെ കണ്ണിങ്ങനെ ഓടിച്ചോടിച്ച് പോവുകയാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യമാണ് ഫ്രാക്ചർഡ് ലെഗിനെ എലിവേറ്റ് ചെയ്യാൻ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ കണ്ണിങ്ങനെ പെട്ടെന്ന് പോകുന്നു. എലിവേറ്റ് ദ ലിംബ്, എ സ്ലിംഗ് for arm injuries, a pillow for leg injuries. അപ്പൊ നമ്മുടെ ആൻസർ എവിടെയാണ്? ആൻസർ എന്താണ്? പില്ലോ. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ആൻസർ കണ്ടുപിടിച്ച് പോകുമ്പോൾ, ആൻസറിന് വേണ്ടി നോക്കുമ്പോൾ നമ്മൾ ടെക്സ്റ്റ് ലൊക്കേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾ ഫാസ്റ്റ് ആയിട്ട് കടന്നു പോകാനുമുള്ള സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. എന്നാലേ നമുക്ക് ഈ 30 സെക്കൻഡ് കൊണ്ട് ഒരു ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ ആൻസർ എഴുതുമ്പോൾ പില്ലോ എന്ന് എഴുതിയാലും പില്ലോസ് എന്ന് എഴുതിയാലും നമ്മുടെ ആൻസർ കറക്റ്റ് ആയിട്ട് വരും. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദ മാക്സിമം ഡോസ് ഓഫ് മോർഫിൻ പെർ കിലോ ഓഫ് എ പേഷ്യൻസ് വെയിറ്റ് ദാറ്റ് ക്യാൻ ബി ഗിവൺ യൂസിങ് IM റൂട്ട്? അപ്പൊ ഇത് ഏത് ടെക്സ്റ്റ് ഉണ്ടാവുക? ഒരു സംശയമില്ല, നമ്മുടെ ടെക്സ്റ്റ് സിക്കകത്ത. കാരണം അതിനകത്ത് എന്താണ് ഡിസ്കസ് ചെയ്യുന്നത്? അതിനകത്താണ് ഡ്രഗ് മാനേജ്മെന്റിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? മാക്സിമം ഡോസ് ഓഫ് മോർഫിൻ പെർ kg എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് നോക്കുക. ഇതാ, ഓക്കെ, 0.1 to 0.2 mg per kg to a maximum of 10 milligram per kg. മാക്സിമം എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എത്രയായിരിക്കും എഴുതേണ്ടത്? 0.2 milligram. അപ്പൊ അതാണ് നമ്മുടെ ആൻസർ. 0.2 milligram per kg എന്ന് എഴുതാം. per kg എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, അതാണ് നമ്മുടെ ആൻസർ. ഇനി അടുത്തത്, which part of a limb may need extra padding? extra padding limb. അപ്പൊ ഇത് എന്തിനെ കുറിച്ചായിരിക്കും നമ്മൾ ചോദിക്കുന്നത്? അതായത് എന്താണെങ്കിലും ബാക്ക് സ്ലാബ് വരുന്ന ആ ഭാഗത്തായിരിക്കും, പ്രൊസീജിയറിന്റെ ഭാഗത്തായിരിക്കും ഉണ്ടാവുക. കാരണം പാഡിങ്ങിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത്. അപ്പം ആ ഭാഗത്തേക്ക് വരിക, പെട്ടെന്ന് നമ്മൾ ക്വിക്കായിട്ട് ആ പാസേജിൽ കൂടെ കടന്നു പോവുക. എന്തും പറഞ്ഞുകൊണ്ട് ലിംബിന്റെ ഏത് ഭാഗത്തിനാണ് എക്സ്ട്രാ പാഡിങ് ആവശ്യമുള്ളത്? അതാണ് നമ്മുടെ കീ ഐഡിയ. പെട്ടെന്ന് കടന്നു പോവുക, ഇവിടെ ഒന്നും പറയുന്നില്ല. Extra padding can be placed over bony prominence
if applicable. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? ബോണി പ്രോമിനൻസ്. ഓക്കെ, ഇനി ഇത് ഞാൻ ഓരോ ക്വസ്റ്റ്യൻസും ഞാൻ നോക്കുന്നതിൽ അർത്ഥമില്ല, ഇത് സെയിം തന്നെയാണ്, ബേസിക് ആയിട്ടുള്ള ടെക്നിക്കാണ്. നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുക, ക്വസ്റ്റ്യനകത്തുള്ള കീവേഡ് ഐഡന്റിഫൈ ചെയ്യുക, കീ ഐഡിയ മനസ്സിലാക്കുക, അതിനുശേഷം നമ്മൾ ഏത് ടെക്സ്റ്റിലേക്കാണ് പോകേണ്ടതെന്നുള്ള ടെക്സ്റ്റിന്റെ സൈഡിൽ നമ്മൾ വെച്ചിരിക്കുന്ന നോട്ടുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. എന്നിട്ട് നമ്മൾ ആ ടെക്സ്റ്റിൽ വന്നിട്ട് പെട്ടെന്ന് നമ്മൾ കണ്ണോടിച്ച് കടന്നു പോവുക. അപ്പം അങ്ങനെ കണ്ണോടിച്ച് കടന്നു പോകുമ്പോഴേ നമ്മുടെ മനസ്സിൽ ഈ സെയിം കീവേഡുകളോ അല്ലെങ്കിൽ അതിന്റെ സിനണിംസോ പാരാഫ്രേസോ ഉണ്ടോ എന്നുള്ള കാര്യം നോക്കിക്കൊണ്ട് വേണം നമ്മൾ പെട്ടെന്ന് കടന്നു പോകാന്. അങ്ങനെ കടന്നു പോകുമ്പോൾ നമ്മളുടെ മനസ്സിൽ ഈ ആശയം നമ്മൾ ഇങ്ങനെ തന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ട് പോകുന്നത് കൊണ്ട് ഇതിന്റെ ഏതെങ്കിലും രീതിയിലുള്ള വേർഷൻ അവിടെ ഉണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഉണക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ ഭാഗം ലൊക്കേറ്റ് ചെയ്ത് അതിനെ മനസ്സിരുത്തി വായിച്ച് കമ്പയർ ചെയ്ത് നോക്കി നമ്മളിവിടെ ആൻസർ എഴുതുന്നു. നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ സ്പെല്ലിംഗ് വളരെ കറക്റ്റ് ആയിരിക്കണം, ഒരു രീതിയിലും ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കും വരാൻ പാടില്ല, നീറ്റ് ആയിരിക്കണം, ലെജിബിൾ ആയിരിക്കണം. മനസ്സിലായില്ലേ? ഇനി അടുത്തത് ക്വസ്റ്റ്യൻ 15 to 20. അതിനകത്ത് എന്താണ് വരുന്നത്? കംപ്ലീറ്റ് ഈച്ച് ഓഫ് ദ സെന്റൻസസ് 15 to 20 വിത്ത് എ വേർഡ് ഓർ ഷോർട്ട് ഫ്രേസ് from one of the text. Each answer may include word, numbers or both. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചിലപ്പോൾ ഒരു വേർഡ് ഉള്ളതായിരിക്കാം, ചിലപ്പോൾ അതിൽ കൂടുതൽ വേർഡ്സ് ഉള്ളതായിരിക്കാം, അതിനകത്ത് ചിലപ്പോൾ നമ്പർ ഉണ്ടാവാം, ചിലപ്പോൾ നമ്പർ ഉണ്ടാവത്തില്ല. ഓക്കെ, ഇതിനകത്തും നമ്മുടെ സെയിം ടെക്നിക്ക് നമ്മൾ യൂസ് ചെയ്യുക. എന്താ ചെയ്യേണ്ടത്? ആദ്യം പെട്ടെന്ന് ക്വസ്റ്റ്യൻ വായിക്കുക. ആ ക്വസ്റ്റ്യൻ പെട്ടെന്ന് വായിക്കുമ്പോൾ തന്നെ നമ്മൾ എന്തൊക്കെ കാര്യം ചെയ്യണം? കീവേഡ് ഐഡന്റിഫൈ ചെയ്യണം, കീ ഐഡിയ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ആ കീ ഐഡിയ നമ്മൾ മലയാളത്തിലോ നിങ്ങൾക്ക് ഇംഗ്ലീഷിലോ ഏതെങ്കിലും രീതി നിങ്ങൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ വിട്ടുപോയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഇങ്ങനെ ആൻസർ നോക്കി പോകുമ്പോൾ 30 സെക്കൻഡ് കഴിഞ്ഞു നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ സ്കിപ്പ് ചെയ്തേക്കുക. ഒരു പ്രശ്നമില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി പോകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ആ നേരത്തെ നമ്മൾ വിട്ടതിന്റെ ആൻസർ കിട്ടും. അങ്ങനെ സംഭവിക്കാറുണ്ട്. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി നമ്മളൊരു 2 മിനിറ്റ് നമ്മൾ സ്വന്തം കൈ പിടിച്ചിട്ടില്ലേ, 13 മിനിറ്റ് വേണ്ടിയിട്ടില്ല നമ്മൾ മൊത്തം കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. ആ 2 മിനിറ്റിൽ നമുക്ക് ഈ ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി എടുക്കാം. ഇനി അതല്ലാതെ നിങ്ങൾ ഈ 30 മിനിറ്റ് കഴിഞ്ഞ് നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്ത് പോയാൽ എന്നാ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബാക്കി പല ആൻസറുകൾക്ക് നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റാതെ വരും. അങ്ങനെയാകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾ അങ്ങ് നെർവസ് ആവാൻ തുടങ്ങും. എക്സാം തീരാനാകുമ്പോഴത്തേക്കും, ആ 15 മിനിറ്റ് തീരാനാകുമ്പോഴത്തേക്കും അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് തെറ്റുകൾ വരും. അപ്പൊ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി 30 സെക്കൻഡ് നിങ്ങൾ നോക്കുക. 30 സെക്കൻഡിനുള്ളിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടിയില്ലേ അതിനെ ഒഴിവാക്കുക, അടുത്തതിനകത്തോട്ട് പോവുക. ഒരു പ്രശ്നവും പറയത്തില്ല. ഞാൻ നിങ്ങളോട് ഗ്യാരണ്ടി പറയാം, നിങ്ങൾ ഈ ടെക്നിക്ക് വേണ്ട രീതി നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റ് അറ്റംപ്റ്റില് കിട്ടുന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല. അപ്പൊ നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യൻ ടൈപ്പ് നോക്കണേ. അതായത് ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. Falling on an outstretched hand is a typical cause of a dash of the elbow. ഇതിനകത്തെ കീവേഡ് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? Falling on an outstretched hand is a typical cause of a dash of the elbow. കീവേഡ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഔട്ട്സ്ട്രെച്ച്ഡ് ഹാൻഡ്, ടിപ്പിക്കൽ കോസ്, എൽബോ. അപ്പൊ ഏത് ടെക്സ്റ്റിലായിരിക്കും വരുന്നത് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മളുടെ ടെക്സ്റ്റ് എയിൽ നമ്മൾ എന്താ പറയുന്നത്? ഡിസ്ക്രിപ്ഷൻ ആണ് പറയുന്നത്, കോസും പറയുന്നുണ്ട് ഇല്ലേ? അപ്പൊ നേരെ അങ്ങോട്ടേക്ക് പോവുക. നമ്മുടെ ടെക്സ്റ്റ് എയിൽ എന്താ പറയുന്നത്? പെട്ടെന്ന് നമ്മൾ കണ്ണോടിച്ച് പോവുക. ഡിസ്ലൊക്കേഷൻ is where the bone is completely dislocated from the joint. It often results from injuries away from the affected joint. Example, elbow dislocation after falling on an outstretched hand. അപ്പൊ അതിന്റെ ആൻസർ എന്താണ്? ഡിസ്ലൊക്കേഷൻ. മനസ്സിലായോ? അടുത്തത്, make sure the patient isn't wearing any dash on the part of the body where the plaster back slab is going to be placed. ഏത് ഭാഗമാണ് നമ്മൾ വായിക്കേണ്ടത്? പ്ലാസ്റ്റർ ബാക്ക് സ്ലാബിനെ കുറിച്ച് മെൻഷൻ ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ടെക്സ്റ്റ് ഡിയില. അപ്പൊ പെട്ടെന്ന് ഈ ആശയവും കീവേഡ്സും മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഓടിച്ചു വരുമ്പോൾ എൻഷുർ എനി ജ്വല്ലറി ഈസ് റിമൂവ്ഡ് ഫ്രം ദ ഇൻജുർഡ് ലിംബ്. ആൻസർ എന്താണ്? ജ്വല്ലറി. അടുത്തത്, check to see whether swollen limbs are dash or increasing in size. Check to see whether swollen limbs are dash or increasing in size. ഇത് എവിടെയായിരിക്കും പറയാൻ സാധ്യതയുള്ളത്? മിക്കവാറും ഏതാണ്ട് അസസ്മെന്റിന്റെ ഒക്കെ ഒരു ഭാഗത്തായിരിക്കും പറയാൻ സാധ്യതയുള്ളത്. അപ്പം നമ്മള് ടെക്സ്റ്റ് ബിയിലേക്ക് വരുന്നു. അപ്പൊ എന്നിട്ട് ഇതിനകത്ത് വായിച്ചു നോക്കുമ്പോൾ
Check to see whether the swollen limbs are dash or increasing in size. But check whether the limb is out of shape, the limb is warm, the limb is, if swollen, is throbbing or getting bigger. Okay, so answer throbbing. മനസ്സിലായോ? അപ്പൊ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബ്രാക്കറ്റിനകത്ത് കൊടുത്തിരിക്കുന്ന പോയിന്റ് നിങ്ങൾ വിട്ടുപോകരുത്. ഈ സ്വള്ളൻ എന്നുള്ളതൊരു ബ്രാക്കറ്റിൽ എഴുതിയേക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ബ്രാക്കറ്റുള്ള കാര്യം കൂടെ നിങ്ങൾ വായിച്ചു പോകണം. മനസ്സിലായോ? ത്രോബിംഗ് ആണ് ഇവിടെ ആൻസർ വരുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ റീഡിങ്ങിന്റെ പാർട്ട് എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ നിങ്ങൾ വേറൊരു കാര്യം കൂടി ചെയ്യണം. അതായത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഓരോ ദിവസവും പ്രാക്ടീസ് ചെയ്യണേ. അപ്പൊ ഈ പ്രാക്ടീസ് ചെയ്യുന്ന റീഡിംഗ് മെറ്റീരിയലിൽ കൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് അത്രയും പരിചയമില്ലാത്ത കുറെ വാക്കുകൾ നിങ്ങൾ കടന്നു പോകും. ഒരു 10-25 വാക്കിലധികം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ ഈ വാക്കുകളൊക്കെ നിങ്ങൾ ഒരു ബുക്ക് എടുത്തിട്ട് ആ ബുക്കിൽ അങ്ങ് എഴുതി വെക്കുക, അതിന്റെ അർത്ഥവും കൂടെ എഴുതി വെക്കുക. അതെല്ലാ ദിവസവും നിങ്ങൾ അതേക്കൂടെ ഒന്ന് വെറുതെ കണ്ണോടിച്ച് കടന്നു പോകണം. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ അതങ്ങ് ഹൃദയസ്ഥമായിട്ട് അങ്ങ് കിടന്നോളൂ. അപ്പൊ നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല, നിങ്ങൾ അങ്ങനെ കിടന്നോളൂ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യല്ലോ. ആ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരേ ബുക്കിൽ തന്നെ നിങ്ങളുടെ ഈ ആൻസറുകളെല്ലാം എഴുതുക. എന്നിട്ട് നിങ്ങൾ ആൻസർ ചെയ്യുക. ആൻസർ ചെയ്ത് കഴിഞ്ഞിട്ട് പാർട്ട് എയും പാർട്ട് ബി ആൻഡ് സിയും ഒരുമിച്ച് തന്നെ പ്രാക്ടീസ് ചെയ്യാനാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുക. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നിങ്ങൾ പാർട്ട് എ ആൻസർ ചെയ്തിട്ട് നിങ്ങളുടെ മാർക്ക് കൂട്ടുക, ബി ആൻഡ് സി ചെയ്യുക, നിങ്ങളുടെ മാർക്ക് എഴുതുക, എന്നിട്ട് നിങ്ങളുടെ ഓവറോൾ മാർക്ക് എഴുതുക, എന്നിട്ട് നിങ്ങളുടെ ഓവറോൾ ഗ്രേഡ് എഴുതുക, എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഒരു ഇവാലുവേഷനും എഴുതുക. അപ്പൊ നിങ്ങൾ ഗ്രാജുവലി ഓരോ ദിവസം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നു, നിങ്ങളുടെ വൊക്കാബുലറി ചെയ്യുന്നു, നിങ്ങളുടെ ജനറൽ ആയിട്ടുള്ള റീഡിംഗ് സ്കിൽ ഇംപ്രൂവ് ചെയ്യുന്നു, ടൈം സ്റ്റിക്ക് ഓൺ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നു. അങ്ങനെ എല്ലാം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ എക്സാമിന്റെ ഡേ എടുക്കാനാകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ബി സ്കോർ അല്ല, വേണമെങ്കിൽ എ ഗ്രേഡ് കിട്ടാനുള്ള രീതിയിലായിരിക്കും നിങ്ങളുടെ മാർക്ക് വരിക. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ ഇംപ്രൂവ്മെന്റ് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ എനിവേ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന 3 ബേസിക് ടെക്നിക്സും നിങ്ങൾ ഒരു ഉപേക്ഷയും കൂടാതെ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾ എഴുതുന്ന OET റീഡിങ്ങിന് നിങ്ങൾക്ക് ബി സ്കോർ കിട്ടും എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങളിത് വേണ്ട രീതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ട്, അതായത് ഞാൻ ഒന്നുകൂടി ഞാനത് എടുത്തു പറയാം. ഒന്ന്, നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള റീഡിംഗ് സ്കില്ല് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾസോ ജേർണൽസോ മാഗസിൻസോ ഒക്കെ എടുത്ത് അതിന്റെ മെയിൻ ഹെഡിങ് വായിച്ച് അതിന്റെ അതിൽ വരുന്ന കണ്ടന്റ് എന്താണെന്ന് നിങ്ങൾ ഗസ് ചെയ്തെടുത്ത് അത് കറക്റ്റ് ആണോ നിങ്ങൾ ഗസ് ചെയ്തെടുത്തിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്ത് വായിച്ച് മനസ്സിലാക്കി നോക്കുക. ആ കാര്യം നിങ്ങൾ ചെയ്യാനുള്ള സ്പീഡ് പെട്ടെന്ന് കൂട്ടി എടുക്കുക വിത്ത് പ്രാക്ടീസ്. അതുപോലെ തന്നെ ടൈം പ്ലാനിങ് നിങ്ങൾ വളരെ സ്റ്റിക്ക് ഓൺ ചെയ്യുക. 13 മിനിറ്റ് കൊണ്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തീർക്കാനുള്ള സ്കില്ലിലേക്ക് വരിക. പിന്നെ ഈ ടെക്നിക്സ് ആൻഡ് ടിപ്സ് ഫോളോ ചെയ്യുക. നിങ്ങൾ ഇത് ഫോളോ ചെയ്തു, നിങ്ങൾക്ക് OET റീഡിങ്ങിന് നിങ്ങൾക്ക് സ്കോർ കിട്ടിയിരിക്കും. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. അപ്പൊ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ പാർട്ട് ബി ആൻഡ് സിയുടെ റീഡിംഗ് ടിപ്സുമായിട്ട് നമുക്ക് കാണാം. അപ്പൊ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും വീണ്ടും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.